നമസ്കാരം. ലെബനന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഏതാണ്ട് 1300 മുതൽ 1600 ഇടങ്ങളിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. നിരവധി പേരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. മരണസംഖ്യ കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ മരണസംഖ്യ 500 കടന്നതായുള്ള റിപ്പോർട്ടുകളാണ് അന്തർദേശീയ മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ആക്രമണം അവസാനിപ്പിക്കണം എന്ന് ഇസ്രായേലിനോട് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഹിസ്ബുള്ള എന്ന ഭീകര സംഘത്തെ ഒതുക്കിയല്ലാതെ ഞങ്ങൾ ഈ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന ദൃഢനിശ്ചയമാണ് ഇസ്രായേൽ എടുത്തിരിക്കുന്നത്. മാത്രമല്ല, ലെബനീസ് ജനതയോടല്ല ഞങ്ങൾക്ക് ശത്രുത. ലെബനീസ് ജനത, നിങ്ങൾ രക്ഷപ്പെട്ടുകൊള്ളുക. നിങ്ങൾ മനുഷ്യകവചങ്ങളാകരുത്. നിങ്ങൾ ഹിസ്ബുള്ളയുടെ മനുഷ്യകവചങ്ങളായി മാറിയാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. നിങ്ങൾക്ക് നല്ല ഒരു നാളേക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് അവകാശങ്ങൾ തരുന്നുണ്ട്. പക്ഷേ ഹിസ്ബുള്ളയിൽ നിന്ന് നിങ്ങളെയും കൂടി രക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു നടപടി എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് ഒരു വീഡിയോയിൽ ഇത് വെളിപ്പെടുത്തിയത്. മനുഷ്യകവചമായി ലെബനീസ് ജനത മാറരുത് എന്ന ഒരു അഭ്യർത്ഥന കൂടിയാണ് അദ്ദേഹം നടത്തിയത്. ഈ ഒരു സമയത്ത് അമേരിക്കയുടെ നീക്കമാണ് എല്ലാവരും ശ്രദ്ധയോടെ കാണുന്നത്. പ്രദേശത്തൊക്കെ തന്നെ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അമേരിക്ക തുടങ്ങിക്കഴിഞ്ഞു. ആയിരക്കണക്കിന് സൈനികരെ മിഡിൽ ഈസ്റ്റ് പ്രദേശത്ത് യുദ്ധം നടക്കുന്ന മേഖലയിലൊക്കെ തന്നെ വിന്യസിക്കാനും അതുപോലെ തന്നെ ക്രൂയിസ് കപ്പലുകൾ, അതുപോലെ യുദ്ധക്കപ്പലുകൾ, മറ്റ് ടാങ്കറുകൾ ഒക്കെ തന്നെ ആ പ്രദേശത്തേക്ക് അയക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഇസ്രായേലിനെ സഹായിക്കാൻ തന്നെയാണ്. അത് ആ രീതിയിൽ തന്നെ കാണേണ്ടതുണ്ട്. കാരണം ഇസ്രായേലിനെ സഹായിക്കുക എന്ന് പറയുന്നത് അമേരിക്ക നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന അവരുടെ ഒരു പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ ഒരു നടപടിയാണ്. ആ സമയത്താണ് കൂടുതൽ സൈനിക സാന്നിധ്യം മേഖലയിൽ ഉറപ്പിക്കാനുള്ള അമേരിക്കയുടെ ഈ ശ്രമം. അതിനെയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം, അന്താരാഷ്ട്ര നയതന്ത്ര നിരീക്ഷകരടക്കം വളരെ ശ്രദ്ധയോടുകൂടിയാണ് വീക്ഷിക്കുന്നത്. ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയുമായി അമേരിക്ക കൂടി ലെബനീസ് പ്രദേശത്തേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഹിസ്ബുള്ള വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. ഹിസ്ബുള്ളയ്ക്ക് തിരിച്ചടിക്കാൻ പോലും ആകാത്ത അവസ്ഥയുണ്ട്. ഹിസ്ബുള്ള തങ്ങൾ ഇസ്രായേലിലേക്ക് റോക്കറ്റ് അയക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, തിരിച്ചടികൾ നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒന്നും കാര്യമായി നടക്കുന്നില്ല. ഹിസ്ബുള്ള ശരിക്കും ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഹിസ്ബുള്ളയ്ക്കെതിരെ അമേരിക്ക കൂടി ശക്തമായ ഒരു നീക്കവുമായി എത്തിക്കഴിഞ്ഞാൽ ഹിസ്ബുള്ള എന്ന് പറയുന്ന ലെബനന്റെ ഭീകര സംഘം, അല്ലെങ്കിൽ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ നിൽക്കുന്ന ഭീകര സംഘം തീർച്ചയായിട്ടും വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഇപ്പോഴേ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. മാത്രമല്ല, ഇതൊരു വലിയ യുദ്ധമായി മാറാനുള്ള സാധ്യത കൂടി തള്ളിക്കളയുന്നില്ല. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അമേരിക്ക ഇത്തരം ഒരു സൈനിക നീക്കം, സൈനിക സാന്നിധ്യം മെച്ചപ്പെടുത്താനുള്ള, സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്താനുള്ള നീക്കവുമായി മുമ്പോട്ട് വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത് ആഗോളതലത്തിൽ തന്നെ ഒരു വലിയ ഭീകര യുദ്ധമുഖമായി തന്നെ ഈ പ്രദേശം മാറുകയാണ്. ലെബനന്റെ വിവിധ പ്രദേശങ്ങൾ, ബെയ്റൂട്ട് അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ, തെക്കൻ ലെബനൻ, കിഴക്കൻ ലെബനൻ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും ശക്തമായ ആക്രമണം തുടരുകയാണ്. പക്ഷേ കൊല്ലപ്പെടുന്നതൊക്കെ സാധാരണക്കാരാണ്. ഹിസ്ബുള്ള ഭീകരവാദികൾ കൊല്ലപ്പെടുന്നു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ പോലും ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട വ്യക്തികൾ നേരത്തെ തന്നെ കൊല്ലപ്പെട്ടിരുന്നു എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്. എങ്കിൽ പോലും സാധാരണഗതിയിലുള്ള സാധാരണ മനുഷ്യരാണ് മരിക്കുന്നത് എന്നത് മറ്റൊരു ദുഃഖകരമായ കാര്യമാണ്. ഏതാണ്ട് 34ലധികം കുട്ടികൾ, 58ഓളം സ്ത്രീകൾ ഒക്കെ തന്നെ ഇപ്പോഴേ കൊല്ലപ്പെട്ട് കഴിഞ്ഞു, ഇപ്പോഴേ അവരൊക്കെ ജീവൻ നഷ്ടമായി കഴിഞ്ഞു എന്നുള്ള വളരെ വിഷമകരമായ വാർത്തയാണ് ഈ ലെബനീസ് പ്രദേശത്ത് നിന്ന് ഈ ഇസ്രായേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഹിസ്ബുള്ള ഏതെങ്കിലും രീതിയിൽ തിരിച്ചടിക്കുകയാണെങ്കിൽ അതിനെ നേരിടാൻ അമേരിക്ക കൂടി തയ്യാറെടുത്തുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ അമേരിക്കയുടെ കൂടി സൈനിക സാന്നിധ്യം ചേർത്ത് വെച്ചുകൊണ്ട് ഇസ്രായേൽ അതിശക്തമായ യുദ്ധമാണ് പ്രദേശത്ത് അഴിച്ചുവിടാനൊരുങ്ങുന്നത്. അത് വലിയൊരു മഹായുദ്ധമായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ മറ്റൊരു മുഖമായി ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധവും മാറുകയാണ്. ഒരു വശത്ത് ഇസ്രായേലും മറുവശത്ത് ഹിസ്ബുള്ളയും ഹമാസും പോലുള്ള ഭീകര ഗ്രൂപ്പുകളും നിൽക്കുമ്പോൾ ന്യായം പറയാൻ ഇസ്രായേലിന് പലതുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ലെബനീസ് ജനതയെ കൂടി ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു നടപടി, അതിന് അമേരിക്ക കൂടി കൂട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം അതിന് കൂട്ടുനിൽക്കുന്നു എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം കൂടിയാണ്. പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനായി UN അടക്കമുള്ള ഏജൻസികൾ നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഇസ്രായേൽ ശക്തമായ ആക്രമണം തുടരുകയാണ്. ഇനി അമേരിക്കയുടെ കൂടെ സഹായത്തോടുകൂടി കൂടുതൽ ആക്രമണങ്ങളുമായി ഇസ്രായേൽ മുമ്പോട്ട് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല.